നമുക്ക് എരുക്കിൻ്റെ പാല് അധികം ലഭിക്കുന്നില്ല. ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാട്ടാവണതാണ്. സംസ്കൃതത്തിൽ ഏരണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എരുക്കിൻ്റെ പാലെടുക്കാൻ വേണ്ടി വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ധാരാളം എരുക്കുകളുണ്ട്. നമുക്കതിൽ നിന്നും അതിൻ്റെ കറ എടുക്കേണ്ടതായിട്ടുണ്ട്. കറ എടുത്ത് നമ്മളതിനെ സിദ്ധവിധി പ്രകാരമുള്ള ജയനീരാക്കി മാറ്റണം. അതിനുവേണ്ടി ജയനീര് ശേഖരിക്കാൻ പോവുകയാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും പരിചയപ്പെടാം. Hello guys, I am in Vivignam Harbour right now. So I came here to collect the milk of Arka Kshira. That has to collect for the alchemical works. So because we need for the next hour preparation this Arka Kshira mixer with eggs white, and we will make Jayaneer, under Jayaneer, and we will make some alchemical works. So ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ನಾನು ಬೀಚ್ ಸೈಡಲ್ಲಿ ಬಂದೀನಿ ನಮ್ಮೂರಲ್ಲಿ. ಇಲ್ಲಿಂದ ಅರ್ಕ ಕ್ಷೀರ ಕಲೆಕ್ಟ್ ಮಾಡಬೇಕು. ಅರ್ಕ ಕ್ಷೀರ ಕಲೆಕ್ಟ್ ಮಾಡಿ ಮುಂದೆದು ಕೆಲವು ಪ್ರೊಸೀಜರೆಲ್ಲ ಮಾಡೋಕ್ಕೆ ಬೇಕಾಗುತ್ತೆ. ಅದಕ್ಕಾಗಿ ಅರ್ಕ ಕ್ಷೀರ ಈಗ ಕಲೆಕ್ಟ್ ಮಾಡಬೇಕು. ಅರ್ಕ ಕ್ಷೀರ ಕಲೆಕ್ಟ್ ಮಾಡಿ ಸಿದ್ಧ ವಿಧಿಯಲ್ಲಿ ಒಂದು ಅಂಡ ಜಯನೀರು ಅಂತ ಒಂದು ಪ್ರಿಪರೇಷನ್ ಬರುತ್ತೆ. ಆ ಪ್ರಿಪ್ರೇಷನ್ ಮಾಡಬೇಕು. ಭಾಳ ದೊಡ್ಡ ಪ್ರೊಸೀಜರ್ ಏನೂ ಅಲ್ಲ, ಆದ್ರೂ ಕಲೆಕ್ಷನ್ ಸ್ವಲ್ಪ ಕಷ್ಟ ಆಗುತ್ತೆ. ಯಾಕೆಂದರೆ ನಮ್ಮ ಮನೆಯಿಂದ ಭಾಳ ದೂರ ಆಗುತ್ತೆ. ನೆಕ್ಸ್ಟು ಡೀಟೇಲ್ ವೀಡಿಯೋ ಮುಂದಿನ ವೀಡಿಯೋಲ್ಲಿ ನೋಡೋಣ. इधर हमको अर्का प्लांट मिलेगा, कैलोट्रोपिस गिगांशिया प्लांट. वो सिद्धा में अंडा जयनीर बनाने के लिए यूज़ में आएगा. इसलिए वो कलेक्ट करके अंडा जयनीर बनाना है. वो अल्केमिकल वर्क्स में यूज़ आएगा हमको नेक्स्ट प्रोसीजर में. अभी वो क्षीरा कलेक्ट करना है. अभी देखो कैसे कलेक्ट करना है. ഇത്രയും ഞാൻ ശേഖരിച്ചെടുത്ത എരിക്കും പാലാണ്. ഉച്ച സമയമായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതിൻ്റെ കറ വരുന്നുള്ളൂ. ഇങ്ങനെ എൻ്റെ മുകൾ ഭാഗം പൊട്ടിച്ച് ആ കറയെ നമ്മൾ അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ധാരാളം ആവശ്യമുണ്ട്, പക്ഷെ കുറേശ്ശെ നമുക്ക് കിട്ടുന്നുള്ളൂ. അടുത്ത എക്സ്പെരിമെൻറ്റിന് ഇത് ആവശ്യമാണ്, അതുകൊണ്ടാണ് നമുക്ക് ശേഖരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാട്ടാവണൊക്കെ നിൽപ്പുണ്ട്. ഇത് കാട്ടാവണക്കാണ്. കാട്ടാവണക്ക്, കടലാവണക്ക് എന്നൊക്കെ പറയും. ഇത് എഴുത്താണിച്ചെടി ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഒറ്റ എഴുത്താണി പോലെയാണ്. ഇത് എഴുത്തിനായിട്ട് പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ഇതിവിടെ നിൽപ്പുണ്ട്. ചുവന്ന ഏരണ്ട ഇവിടെ നിൽപ്പുണ്ട്. സംസ്കൃതത്തിൽ ഏരണ്ട എന്നാണ് പറയുന്നത്. എരണ്ട, ആവണക്ക്, ചുവന്ന ആവണക്കാണിത്.
അതിവിടെ ധാരാളമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജയനീർ. ഇന്നലെ നമ്മൾ എടുത്ത എരുക്കിൻ പാൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സിദ്ധവൈദ്യത്തിലെ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു മരുന്ന് നിർമ്മാണമാണ്. ഇത് സാധാരണ ഡയറക്റ്റ് ഒന്നും ഉപയോഗിക്കില്ല. ഭസ്മം ഉണ്ടാക്കാനും വാതമുറയ്ക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ ലിക്വിഡ് മുഴുവൻ ക്ഷാരഗുണമുള്ളതാണ്. ക്ഷാരഗുണമുള്ളതുകൊണ്ട് തന്നെ കൂടുതലും വാതവേലയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ആയിട്ടില്ല, ജയനീരായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കളറ് മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മഞ്ഞ കലർന്ന വെള്ള നിറമായിട്ട് നല്ല ക്ലിയർ ലിക്വിഡായിട്ട് ഇത് ഏകദേശം 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ റെഡിയാകുന്നതാണ്. ഈ സാധാരണ ഉപയോഗിക്കുന്നത് ഭസ്മങ്ങളിലൊക്കെയാണ്. അതോടൊപ്പം തന്നെ ചുണ്ണമെന്ന് പറയുന്ന സിദ്ധവൈദ്യത്തിലെ മരുന്നുകൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കുന്നു. മറ്റൊരു കാര്യം, ജയനീര് തന്നെ ഒരുപാട് തരത്തിലുള്ള ജയനീരുകളുണ്ട്. അതിലൊന്നാണ് ഇത്. എരിക്കിൻ പാൽ ജയനീരെന്നറിയപ്പെടുന്ന ഈ ജയനീർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സാധാരണ കോമൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് നിർമ്മിക്കാനുള്ള കാരണം. ഇത് സംസ്കൃതത്തിൽ കാജകൂപ്പി എന്ന് പറയും. ഗ്ലാസ് കുപ്പിയാണ്, പഴയകാലത്തെ ഒരുതരം കുപ്പിയാണ്. ഇതുപോലെയുള്ള ദ്രാവകങ്ങളോ ജയനീരോ ഒക്കെ ഇട്ട് വയ്ക്കുന്ന അതിനുപയോഗിക്കുന്ന ഒരു തരം കുപ്പിയാണിത്. പഴയ ഡ്രിപ്പ് ബോട്ടിലും ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഏത് ഗ്ലാസ് ബോട്ടിലുമാണോ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഗ്ലാസ് ബോട്ടിലായിരിക്കണം ഇതൊക്കെ വച്ചിരിക്കേണ്ടതെന്നേ ഉള്ളൂ. കാരണം പലതും ഭയങ്കര വീര്യമുള്ള ക്ഷാര ഗുണമുള്ള മരുന്നുകളാണ്. അയക്കാന്ത ചിന്തൂരം, അയകാന്ത ഭസ്മം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ ജയനീര് സാധാരണ ഉപയോഗിച്ച് കാണുന്നു. അതുപോലെ തന്നെ എരുക്ക് ജയനീരെന്ന് പറയുന്ന മറ്റൊരു ജയനീരും സാധാരണ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. പക്ഷെ സാധാരണ എരുക്കും പാല് ചേർന്ന് ഉണ്ടാക്കുന്ന ഏത് ജയനീരും നമുക്ക് എരുക്കും പാൽ ജയനീരെന്ന് പറയുന്ന ഈ ജയനീര് ഉപയോഗിച്ച് ആ മരുന്ന് ഉണ്ടാക്കാനും ആ സ്ഥലത്ത് നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഇതിൻ്റെ നിർമ്മാണ രീതി അധികം ആർക്കും അറിയില്ല, പാരമ്പര്യ വൈദ്യത്തിലുള്ളതാണ്. ഇങ്ങനെ വളരെ റെയറായിട്ടുള്ള ഒരു മരുന്നെന്ന് തന്നെ നമുക്കിതിനെ പറയാം. ഒരത്ഭുത മരുന്ന്. നമുക്ക് എരുക്കിൻ്റെ പാല് അധികം ലഭിക്കുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കുറച്ച് പാല് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 1-2 മണിക്കൂറത്തെ പ്രയത്നത്തിലാണ് ഇത്രയും നമുക്കതിൻ്റെ പാല് കിട്ടിയത്. ഇതിൽ മറ്റുള്ള മരുന്നുകളും കുറച്ച് ചേർത്താണ് നമ്മളിതിനെ വീര്യപ്പെടുത്തിയെടുക്കുന്നത്. ഇത് അലിഞ്ഞ് എല്ലാം നല്ല വെള്ളം പോലെ ആവും. അതിന് ശേഷം മാത്രമേ നമുക്ക് മരുന്നിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. This is Erikku Jayaneer, which is used in Siddha traditional system. This is used as medicine and also for alchemical works or Dhaduada also, because the chemically this is
highly alkalic. The latex or milk of arca plant is alkalic, which will burn the skin if you touch, and the milk will contact more time with skin, it will burn. That is the side effect of this milk, which is traditionally using for the Dhaduvada and also for making medicines. It is called Jayaneer. The preparation of lots of more types of Jayaneer is mentioned in classics. This is called Erik Jayaneer. And also from this latex we can make Anda Erik Jayaneer or Erik Anda Jayaneer. It is also very much useful because it will reduce the boiling point of metals and minerals. Because if you add and triturate this liquid with medicines while making basmas, and classically they will mention you do with 100 pudas, 100 sampudas. That will take lots of time to do. If you add this to that medicine and will triturate, then you can get quality basma within 10 pudas. No need of doing 100 pudas. That is the use of this liquid. I told you this is alkalic, and it will take 10 to 14 days to make this medicine, because some more medicines also I have added to this. This will turns into clear yellowish transparent liquid after 14 days. If you want, I will show you after 14 days. But you should know about these preparations like Jayaneer. ಇದು ಸಿದ್ಧ ಮೆಡಿಸಿನ್ ಸಿಸ್ಟಮ್ ಒಳಗೆ ಒಂದು ಸ್ಪೆಷಲ್ ಪ್ರೊಸೀಜರ್ ಜಯನೀರ್ ಅಂತ. ಜಯನೀರು ನಾವು ಭಾಳ ಮೆಡಿಸಿನ್ ಮಾಡೋಕ್ಕೆ ಯೂಸ್ ಮಾಡಬೇಕಾಗುತ್ತೆ. ಎಸ್ಪೆಷಲಿ ಅಲ್ಕಮಿಕಲ್ ವರ್ಕ್ಸ್, ಈ ಥರ ಧಾದುವಾದ ಅಂಥದ್ದು ಇದಕ್ಕೆಲ್ಲ ಯೂಸ್ ಆಗುತ್ತೆ. ಒಂದು ಸ್ಪೆಷಲ್ ಯೂಸ್ ಏನಂದರೆ, ಇದು ನಾವು ಮೆಟಲ್ಸು ಅಲ್ಲಾಂದರೆ ಬೇರೆ ಮಿನರಲ್ಸ್ ಜೊತೆಗೆ ಆ್ಯಡ್ ಮಾಡಿದರೆ ಅದೊಂದು ಬಾಯ್ಲಿಂಗ್ ಪಾಯಿಂಟು ಕಡಿಮೆ ಆಗುತ್ತೆ. ಈಗ ಮರ್ಕ್ಯುರಿದು ಬಾಯ್ಲಿಂಗ್ ಪಾಯಿಂಟು 360 ಸಮಥಿಂಗ್ ಇದೆ. ನಾವು ಇದು ಅದ್ರ ಜೊತೆಗೆ ಆ್ಯಡ್ ಮಾಡಿದರೆ ಒಂದು 300 ಡಿಗ್ರಿಗೆ ಅದು ಬಾಯ್ಲ್ ಆಗುತ್ತೆ. ಆ ಥರ ಭಾಳ ಎಫೆಕ್ಟು ಇದಕ್ಕೆ ಇದೆ. ಬಿಕಾಸ್ ಇದು ಆಲ್ಕಲಿಕ್ ಪ್ರಿಪರೇಷನ್, ಫುಲ್ ಆಲ್ಕಲಿಕ್. ಅರ್ಕ ಕ್ಷೀರ ಅಂದರೆ ಅದು ಅಕ್ಕ ಗಿಡ, ಇದು ಹಾಲು ನಾವು ಇನ್ನೇ ಕಲೆಕ್ಟ್ ಮಾಡಿದೆ. ಅದು ಫುಲ್ ನಾವು ಬಾಡಿ ಮೇಲೆ ಏನಾದರೂ ಬಿದ್ದರೆ ಅಲ್ಲಿ ಪಿಂಪಲ್ಸ್ ಕ್ರಿಯೇಟ್ ಆಗುತ್ತೆ, ಬರ್ನ್ ಆಗುತ್ತೆ. ಆ ಥರ ಪ್ರಾಬ್ಲಮ್ಸ್ ಇದೆ ಬಿಕಾಸ್ ಅದು ಆಲ್ಕಲಿಕ್. ಆ ಥರ ಇದರಿಂದ ಆ ಹಾಲು ನಾವು ಬೇರೆ ಮೆಡಿಸಿನ್ಸ್ ಜೊತೆಗೆ ಹಾಕಿ ಅದನ್ನು ಹೈಲಿ ಆಲ್ಕಲಿಕ್ ಲಿಕ್ವಿಡ್ ಮಾಡಬೇಕು. ಒಂದು 14 ದಿವಸ ಆಗಿದ್ಮೇಲೆ, 10ರಿಂದ 14 ದಿವಸ ಆಗಿದ್ಮೇಲೆ ಟ್ರಾನ್ಸ್ಪರೆಂಟು ಯೆಲ್ಲೋ ಕಲರ್ ಲಿಕ್ವಿಡ್ ಆಗುತ್ತೆ. ಅಷ್ಟು ಟೈಮ್ ಬೇಕು ಇದು ರೆಡಿ ಆಗುತ್ತೆ.
ಇದು ಆಗಿದ ಮೇಲೆ ಭಾಳ ಯೂಸ್ ಆಗುತ್ತೆ. ಆ ಥರನೇ ಭಸ್ಮನೂ ಮಾಡ್ಬೋದು. ಈಗ 100 ಪುಡ ಕೊಟ್ಟು ಕೆಲವೊಂದು ಭಸ್ಮ ಮಾಡೋಕ್ಕೆ ಹೇಳ್ತಿರ್ತದೆ, ಬುಕ್ಕಲ್ಲಿ ಹಂಗೆ ಇರ್ತದೆ. ನಾವು ಇದು ಅಲ್ಲಿ ಯೂಸ್ ಮಾಡಿದರೆ ಒಂದು 10 ಪುಡ ಒಳಗೆ ಯಾವುದು ಭಸ್ಮ ಬೇಕಂದ್ರೆ ನಾವು ಮಾಡ್ಬೋದು. ಅಂದರೆ ಕೆಲವೊಂದು ಐರನು, ಕಾಪರು ಅಂಥದ್ದಿಂದಲ್ಲ, ಆ ಥರ ಭಾಳ ಯೂಸು ಇದಕ್ಕೆ ಇದೆ. ನಿಮಗೆ ಕೆಲವರಿಗೆ ಇದೊಂದು ಐಡಿಯಾ ಇರಲ್ಲ, ಅದಕ್ಕೆ ನಾನು ಜಾಸ್ತಿ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಾಯಿಲ್ಲ. ನೀವು ಇಂಟ್ರೆಸ್ಟ್ ಇದ್ದರೆ ಅದ್ಮೇಲೆ ಓದ್ಬೋದು. हम कल वो अर्क का क्षीर लेके आया और क्षीरा से ये लिक्विड बना दिया. ये सिंपल फॉर्मुलेशन है, ये सीधा सिस्टम है. जयनीर बोले आप एक अल्केमिस्ट है और वैद्य है. ये जयनीर आपके पास है तो ज़्यादा यूसेस है. तो इसका कैपेसिटी है reducing the boiling and melting point of liquids, minerals and metals. Metals का melting point and boiling point कम करता है. वही इसका यूज़, ये यूज़ किया तो ऐसा वाला यूज़ है. ट्रेडिशनल में वो आयरन का भस्म बनाना है तो भी ये यूज़ करेगा. तो 100 पुड़ा में भस्म होने वाला है तो 10 पुड़ा में, 10 पुड़ा में आपको भस्म मिलेगा. ऐसा वाला यूसेस है जयनीर से. ये अभी वाइट लिक्विड है. 10 to 14 डेज के बाद, दिन के बाद ये येलो क्लियर लिक्विड हो जाएगा. वो लिक्विड यूज़ करके हमारा काम करना है, शुरू करना है. बहुत अल्केमिकल वर्क्स के लिए भी, मेडिसिनल वर्क के लिए भी ये यूज़ होता है, बहुत यूज़ होता है. इसलिए मैं वीडियो बना रहे. आपको वीडियो पसंद आए तो लाइक करिए, शेयर करिए. थैंक यू. I hope you enjoyed this video. If you have any doubts and comments, is good or bad, you can comment in our comment section. I will reply to your comment. And like, share and subscribe our video. We will come with new knowledge with new video. Take care and goodbye.